വീടുകളും സ്ഥാപനങ്ങളും എല്ലാം ദീപാലങ്കൃതമാണ് ഈ ദീപാവലി സമയത്ത് വടക്കേ ഇന്ത്യയിൽ ഭൂരിപക്ഷം പ്രദേശത്ത്. അപ്പോൾ അവിടെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, സർ, പുറമെല്ലാം നന്നായി അലങ്കരിച്ചിരിക്കുന്നു, പക്ഷെ അകത്ത് എന്ത് സമാധാനമുള്ളത് സർ. ഒരു ദിവസം നടക്കുന്ന സമയത്തും ഇതുപോലെ എൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞിട്ട് വേറൊരു മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് നമ്മെ തന്നെ നന്നായിട്ട് അലങ്കരിക്കാൻ അറിയാം, പക്ഷേ നമ്മുടെ അകമൊന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഈ പുറമെയുള്ള അലങ്കാരത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാകുമായിരുന്നു. ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരുടെ ആത്മകഥങ്ങളാണ്. കാരണം അവർക്ക് ഈ ലോകത്തിൻ്റെ പുറംപൂച്ച് നന്നായി മനസ്സിലാവും. കാരണം അവിടെയെല്ലാം ജോലി ചെയ്യുന്നവരാണ്. അവിടെ ജോലി ചെയ്യുന്ന അവരുടെ അകത്തളങ്ങളിലുള്ള ആളുകളായതുകൊണ്ട് അവിടുത്തെ അന്ധകാരം എന്താണെന്നും അന്ധകാരത്തിൻ്റെ കാരണം എന്താണെന്നും അന്ധകാരത്തിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നും ഇവർക്കൊക്കെ അറിയാം. പക്ഷെ ഇവരെല്ലാം നിസ്സഹായരാണ്. ഇവർക്കാർക്കും ശബ്ദിക്കാൻ നാവ് പൊന്തുകയുമില്ല, ശബ്ദിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് അവർ വെറുതെ ഒരു ആത്മകഥം പോലെ ഒന്ന് പറഞ്ഞതാണ്, അടുപ്പമുള്ളതുകൊണ്ട്. അകത്ത് ഉള്ള അന്ധകാരം നീക്കിയിട്ട് പുറത്ത് അലങ്കാരം വെച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നത്. നമ്മുടെ ഈ പാത്രത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഒരു വലിയ കഥയുണ്ട്. പാത്രം ഉപയോഗിക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ അത് നന്നായി വൃത്തിയായി നമ്മൾ തേച്ച് മിനുക്കിയെടുക്കും. അല്ല, നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ല, ആരെങ്കിലുമൊക്കെ കാണിക്കാനുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറം മാത്രം തേച്ച് മിനുക്കി വൃത്തിയാക്കി വയ്ക്കും. കാരണം അകത്തിന് ഉപയോഗമില്ല, പുറത്തിന് ഉപയോഗമുള്ളൂ. പക്ഷെ നാം ആകുന്ന ഒരു പാത്രമുണ്ട്. നാം ആകുന്ന പാത്രം ഈ ശരീരത്തെ കൊണ്ടു നടക്കുന്ന ഒരു പേടകമാണ്. ശരീരമാകുന്ന പേടകം. ശരീരത്തിൽ നശിക്കാത്ത ഒരു സത്യത്തെ അല്ലെങ്കിൽ ആ നന്മയെ, അല്ലെങ്കിൽ മനസ്സിനെ, നല്ല മനസ്സിനെ, നല്ല ഹൃദയത്തെ, അല്ലെങ്കിൽ ആത്മാവിനെ കൊണ്ടു നടക്കുന്ന പേടകം. അപ്പം ഈ പേടകത്തിൻ്റെ അകം വൃത്തിയല്ല എന്നുണ്ടെങ്കിൽ പുറം എന്തുമാത്രം അലങ്കരിച്ചിട്ടും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. കാരണം അകത്തുള്ള അന്ധകാരത്തെ എരിയിക്കുമ്പോൾ മാത്രമേ നമ്മിലുള്ള വെളിച്ചത്തിന് തെളിച്ചം ഉണ്ടാവുകയുള്ളൂ. ആ വെളിച്ചത്തിൻ്റെ തെളിച്ചം നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. 1000 പേര് നമുക്ക് പ്രോസ്പെറസ് ദീപാവലി ആശംസിച്ചാലും നമുക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാവില്ല. കാരണം നമ്മുടെ പ്രോസ്പെരിറ്റിയുടെ വാതിൽ, ആ ഹൃദയത്തിൻ്റെ വാതിൽ നാം അടച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് അന്ധകാരം. ആ അന്ധകാരത്തെ എരിയിക്കുന്ന ഒരു പ്രക്രിയ കൂടി ആവണം ഈ ദീപാവലിയുടെ ആഘോഷം. മെഴുകുതിരി അങ്ങനെയാണല്ലോ. മെഴുക് ഉരുകുമ്പോഴാണ് ദീപം തെളിയുന്നുള്ളൂ. അപ്പോൾ എവിടെയെല്ലാം നമുക്ക് അന്ധകാരത്തെ അകറ്റാനായിട്ട് വെളിച്ചമാകണമെന്നുണ്ടോ അവിടെയെല്ലാം നമ്മളുള്ള അന്ധകാരത്തെ ഉരുക്കിക്കളയുന്ന ഒരു ദഹിപ്പിക്കൽ ഉണ്ടാവണം. ആ ദഹിപ്പിക്കൽ അല്ലെങ്കിൽ ആ ഉരുകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ആർക്കോ വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകാൻ കഴിയുന്ന മനസ്സുണ്ടാകുമ്പോഴേ അവരുടെ മുമ്പിൽ വെളിച്ചമാവാൻ നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെ അവരന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി, നമുക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ വിളിക്കപ്പെട്ടുള്ള സ്ഥലത്തിന് വേണ്ടി, ആളുകൾക്ക് വേണ്ടി, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയൊക്കെ അവനവനെ തന്നെ ഉരുക്കാൻ കഴിയുന്ന ആ ഒരു മനസ്സും ആ ഒരു സമീപനവും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ വെളിച്ചം നമുക്ക് തെളിച്ചമായിട്ട് നമുക്കും മറ്റുള്ളവർക്കും അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാവും. പ്രോസ്പെരിറ്റിയുടെ വാതിലുകൾ ഏതൊക്കെയാണ് നാം അടച്ചു വെച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വാതിലുകൾ തുറന്നിട്ട് അവയുടെ അന്ധകാരം അകത്തു നിന്നും അകറ്റിയിട്ട് പുറം അലങ്കരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.